നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. അവിടെ നിരവധി പോലീസുകാർ എന്നെ വിളിച്ച പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട, ആരും നല്ലതാണെന്ന് ശ്രമിക്കണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വഴിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാണ്. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കും. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഈ കിച്ചു ചെയ്തു എന്ന് പറയുന്ന ഇൻസിഡന്റ് ഇതൊന്ന് നിങ്ങളൊന്ന് കേൾക്കണേ. ശ്രീതു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഇപ്പൊ ഈ പറയുന്ന രേണുവിന്റെ കൂട്ടുകാരിയാണല്ലോ ഈ ശ്രീതു എന്താ ഈ പറയുന്നത് എനിക്കൊരു പിടി കിട്ടുന്നില്ല. എന്തായാലും നിങ്ങളൊന്ന് കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറ്റുന്നവരൊന്ന് കമന്റ് ബോക്സിലൊന്ന് ഇടുക. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അച്ഛൻ സംസാരിച്ച കാര്യങ്ങളാണെങ്കിൽ ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്തിട്ട് ഒന്ന് പോയെന്നേ ഉള്ളൂ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്തായാലും ശ്രീതു പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടും. എന്നിട്ട് സംസാരിക്കാൻ നിൽക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക, ലൈക്ക് കൂടെ അടിച്ചോ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഈ ഒരു കാര്യം കാരണം രേണു തന്നെ വന്ന് ബിഷപ്പിനെ മാത്രം പറയുന്നത് കേട്ടോ. ഞാൻ ഈ പറയുന്ന രേണു നിങ്ങളുടെ സൈഡിൽ വരുന്ന സാധനമാണ് പറയുന്നത്. ഈ രേണു തന്നെ വന്നെന്ന് പറയുന്നുണ്ട്. നിനക്ക് മാത്രം പറയുന്നത് നിന്റെ ലൈഫ് തന്നെ സ്പോയിലാവും. എവിടെ സ്പോയിലാവും? ഒരിടവും സ്പോയിലാവൂല. ഒരു ഡോസ് കിച്ചു ഞാൻ ഇന്നലെ നേരിട്ട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ കിച്ചുവിനൊപ്പമാണ്. ഈ ഒരു കാര്യം സാധനം അറിഞ്ഞ ഏതൊരു കാര്യം, എന്തൊരു കാര്യം, അതൊന്ന് പറയാമോ? ഏതാണ് ആ കാര്യം? ശ്രീതു പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്ക്. നിമിഷം ഉണ്ടായിരുന്നു. ആ ഒരു നിമിഷം ഞാൻ ഒരു പക്ഷേ ഞാൻ കിച്ചുവിനെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പാടില്ലാത്ത. ഇന്നും അവൻ ചെയ്ത തെറ്റ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവൻ ചെയ്ത് ശരിയാണ്. ഓക്കെ, ശ്രീതു പറയുന്നു അവന്റെ കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അവൻ പറയുന്നത് തെറ്റാണെന്നും ശ്രീതു പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും കേൾക്കട്ടെ. അല്ല, പക്ഷേ അതിനായിട്ട് ഇടവെച്ച് കൊടുക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? എന്ത് ഇട വെച്ച് കൊടുത്തെന്ന് ഞാൻ ഈ പറയുന്ന ആ ഒരു വിഷയത്തിൽ എന്ത് ഇട വെച്ച് കൊടുത്ത് അതും കൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പൊ ഒരാള് എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ പെരുമാറാൻ പറ്റും, എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്താണ് പറയുന്നത് ഞാൻ മെൻഷൻ ചെയ്തില്ല, എന്തോ ആയിക്കോട്ടെ, ഒരിക്കൽ വന്നു അത് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടത് ഞാനാണ്. ഒരിക്കൽ വന്നു അത് മാറ്റി നിർത്തേണ്ടത് ഞാനാണ്. ഒരിക്കൽ വന്നതാരാ അതൊരു ചോദ്യമാണ് കേട്ടോ. വന്നതാരാ? ഏത് രീതിയിലാ വന്നത്? ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നതാണോ? ഓക്കെ, പറ കേക്കട്ടെ. അല്ലെങ്കിൽ മാറേണ്ടത് ഞാനാണ്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ അടുത്ത് ഒരാൾ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറും അതുപോലെ ആയിരിക്കും ഇവിടെ നിന്നും അങ്ങോട്ടും ഉണ്ടാവുക. ഞാൻ ഇപ്പൊ പബ്ലിക് റോഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു പബ്ലിക് പ്ലേസ് നിൽക്കുന്ന, അല്ലെങ്കിൽ വേണ്ട ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാൾ വീട്ടിൽ കയറി വരുന്ന, അല്ലെങ്കിൽ ഞാനൊരു രീതിയിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, എനിക്ക് അവരെ ഇറക്കി വിടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്, ആ ഒരു കൺട്രോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. എനിക്ക് ആ ഒരു നിമിഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന വീണ്ടും ഏലത്തിനെ വെച്ച് കൊടുത്തിട്ട് ഈ എല്ലാം വന്ന് കിച്ചുവിന്റെ തലയിൽ ഇടുന്നത് എന്ത് ന്യായമായിട്ടുള്ള കാര്യമാണ്? അത് ഒരു രീതിയിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ശ്രീധുവിന് എല്ലാ കാര്യങ്ങളും അറിയാതിരിക്കാം. ശ്രീധുവിന് എന്താണ് സംഭവം. ഇതിപ്പം കുറെ ആൾക്കാർക്ക് വിവരമുള്ളവർക്കൊക്കെ സംഭവം കത്തി കാണും. ഞാനൊരു കാര്യം പറയാം, നിന്ന് കൊടുത്തതാണോ ആണോ അതോ അല്ലയോ? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പം ശ്രീധുവിന് അറിയാവുന്ന കാര്യങ്ങൾ ശ്രീധു പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ അതൊന്നും ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. വേണ്ട, എക്സാമ്പിൾ പറയണോ? സമ്മതവും സമ്മതമില്ലാതെയും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഞാനൊന്നും പറയുന്നില്ല. അപ്പം ഞാനൊരു കാര്യം പറയാം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ, ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സ്വർണ്ണക്കടത്തും ഈ പെണ്ണുങ്ങളുടെ കേസ് കേട്ടിലും പിന്നെ ഈ ഒരു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇവരുടെ കൂടെ നിന്നിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഇവർക്കെതിരെ തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ സുധിക്ക് കുറേ എണ്ണം വന്നിട്ട് കാശ് മേടിച്ച് നക്കി എന്നുള്ള രീതി പറഞ്ഞില്ലേ, ഞാൻ വേണമെങ്കിൽ അവക്ക് കൊടുക്കാം. പറഞ്ഞു മനസ്സിലായി? രേണുവിൻ്റെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അത്യാവശ്യം എന്നെ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം ഞാൻ ഏത് ടൈപ്പാണെന്ന്. അല്ല, നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. രേണുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നക്കാപ്പിച്ച് മേടിച്ചു എന്തോ നടേ. കമന്റ് ബോക്സ് ഒക്കെ രസമാണ്. അതൊക്കെ ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, ഈ ഒരു സത്യം പുറത്ത് വന്നാലും കിച്ചുവിനെ സപ്പോർട്ട് പോകത്തുള്ളൂ എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം വളച്ചൊടിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടേ. അതുപോലെ വളച്ചെടുക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, കൊച്ചിൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിയില്ല അങ്ങ് ക്ഷമിച്ചു കൂടെ എന്ന് പറയും. കൊച്ചിൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റി അങ്ങ് ക്ഷമിച്ചു കൂടെ. അവൻ വന്നിട്ട് ഈ മരുന്നടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ ഇനി നല്ലൊരു മനുഷ്യനായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ചെയ്തത് അതിനേക്കാളും മോശമായിട്ടുള്ളൊരു കാര്യമാണ് അവൻ ചെയ്ത് കൂട്ടിയത്. അതെന്തെങ്കിലും ആട്ടെ. ഇനിയിപ്പം അത് അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കും. ഈ കാണുന്ന കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ ക്ഷമിക്കുമോ ഇല്ലയോ ഒന്ന് മെൻഷൻ ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ക്ഷമിക്കുമെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. അതൊക്കെ അവർക്ക് കാണുമ്പോൾ അവന് സപ്പോർട്ട് കൊടുക്കുമ്പോഴും അവനവൻ്റെയൊക്കെ വീട്ടിലൊക്കെ ആ അവസ്ഥ
വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മക്കൾക്കോ ഒക്കെ അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ പഠിക്കുമായിരിക്കും. ഞാൻ അത്രേ പറയാനുള്ളൂ. ആ സമയത്തൊക്കെ ഈ ഒരു ഉത്സവമൊക്കെ എല്ലാവർക്കും കാണണം. എൻ്റെ വീട്ടിലുണ്ട് അമ്മ, അമ്മുമ്മ, കസിൻസ്, സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഇനി നമുക്ക് ഫാദർ ഡോക്ടർ എന്താ ഇങ്ങനെ ശ്രീധുന് വല്ലതും പറയാനുണ്ടോ ഇനി? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ആ ചെറുക്കനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. കൊച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. കൊച്ചൻ ബുദ്ധിമാനാവാനുള്ള കാര്യം എന്താണെന്ന് ശ്രീധുനും അറിയാം. ഈ പറഞ്ഞ താത്തയെ പോലുള്ളവരൊക്കെ ചെന്ന് അവിടെ ചെന്ന് സംഭവങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഇപ്പോഴും അറിയാം ഇതൊക്കെ നിങ്ങളിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാരെ പരമാവധി കോണ്ടന്റ് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എത്രയോ വട്ടം നിങ്ങളോട് പറയുന്നുണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, 4th സ്റ്റേജ് ആണ്. ക്യാൻസറിൽ 4th സ്റ്റേജ് അല്ല, സത്യം പറഞ്ഞാൽ ഇത് 5th സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ക്യാൻസർ ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 0 തൊട്ടാണ് സ്റ്റേജ് തുടങ്ങുന്നത്. അങ്ങനെ ഉണ്ടൊരു സംഭവം. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇനി നമുക്ക് ഫാദർ പറയുന്നതും കൂടെ നോക്കാം. ഫാദറിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് പറഞ്ഞതും ഇപ്പം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഫാദറിനെതിരെ ചെയ്യാനുള്ള വീഡിയോ നമുക്ക് തന്നെ തോന്നിപ്പോകും. പിന്നെ അദ്ദേഹം ഒരു ലോഹയായിട്ടൊരു മനുഷ്യനാണ്, ആ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു അച്ഛനാണ്. തെറ്റും ശരികളും അയാൾക്ക് തിരുത്താം. ഇന്ന് അത് തെറ്റാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് ഉപദേശങ്ങൾ കൊടുക്കാം. ആ വ്യക്തി പ്രായശ്ചിത്തം ചെയ്തെങ്കിൽ ക്ഷമിക്കാം. നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതൊക്കെ പറയുന്നത്, കിച്ചൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ ക്ഷമിച്ചു വിടുന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ പുള്ളിയുടെ കണ്ണില്ല, രേണു ഇപ്പോൾ രോഗിയാണ്, പുള്ളിക്ക് പറ്റുന്ന കൂട്ടർ സപ്പോർട്ടും കാര്യങ്ങളും പുള്ളി കൊടുക്കുന്നുണ്ട്, വീട്ടിൽ ചെല്ലുന്നുണ്ട്, വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനും ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വന്നിട്ട് കിച്ചുവിനെ പറഞ്ഞപ്പം ആൾക്കാരങ്ങ് തിരിഞ്ഞു അച്ഛനെതിരെ തെറി വിളിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്ത്. അച്ഛനെതിരെ ആദ്യം സോഷ്യൽ മീഡിയ വന്ന് കുറ്റം പറഞ്ഞൊരു വ്യക്തി ഞാനാണ്. കഴിഞ്ഞ 3-4 മാസം മുമ്പ് കുറേ വീഡിയോസൊക്കെ ഇട്ട് അച്ഛനെന്തെങ്കിലും ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നതൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ അത് ഉദ്ദേശിച്ചൊരു വീഡിയോ ഇട്ടാ കേട്ടോ, ആൾക്കാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ ഡബിൾ സ്റ്റാൻഡാണ്. ഞാനത് പറഞ്ഞപ്പം അന്ന് എന്നെ തെറി വിളിച്ചവർ ഇപ്പോൾ അച്ഛനെ തെറി വിളിക്കുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് അന്ന് ഒരാൾ പറഞ്ഞ് ശരിയാണെന്നുള്ള രീതിയിൽ. ഓക്കെ, അന്നത്തെ വിഷയം വേറെ ഒന്നുമല്ല. ഈ താത്തയ്ക്ക് ഈ വോയിസും കാര്യങ്ങളൊക്കെ അച്ഛൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഓരോ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചൊരുപ്പിന് ഞാൻ പറഞ്ഞു പോയതാണ്. എന്നോടൊന്ന് ക്ഷമിച്ചേക്കച്ചാ, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. എൻ്റെ മനസ്സിലൊന്നുമില്ല, ഉള്ളത് തുറന്നു പറയും. കീഴിൽ കൂടെ പണിയുന്ന ആൾക്കാരെ സൂക്ഷിച്ചാൽ മതി. എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ പോകും. ആ ഒരു മൈൻഡാണ്. ഇപ്പം നിങ്ങളെ കാണുവാണെങ്കിൽ ഞാൻ തൊഴുകയും ചെയ്യും, കാല് തൊട്ട് വീഴേണ്ടതാണ് കാല് തൊട്ട് വീഴുകയും ചെയ്യും. നമ്മൾ നേരത്തെ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കുടുംബത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ഫാമിലികൾ സ്നേഹിക്കുന്നവരുണ്ട്. നെഗറ്റീവ് പറയുന്നവർ അത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടല്ലോ, അത് സംഭവം അത്രേ ഉള്ളൂ. 90% പോസിറ്റീവാണ്, 10% അവരെ പറ്റി നെഗറ്റീവ് ആൾക്കാർക്ക് കാണാനുള്ളൂ. അതിപ്പം എന്നെ പറ്റിയാണേലും മോളെ പറ്റിയാണേലും 10% അവർ നെഗറ്റീവ് കമന്റ് എഴുതാൻ രാവിലെ ഒന്നും എഴുന്നേറ്റാൽ ഇതിനു വേണ്ടി മാത്രം കൈയുടെ വിരൽ ചലിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്റെ വീഡിയോയുടെയൊക്കെ അടിയിൽ വന്നിട്ട് എന്റെ മരിച്ചുപോയ 3-4 അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ എഴുതാറുണ്ട്. ഞാനിതൊന്നും കാര്യമാക്കുന്നത്. നിങ്ങൾ പറഞ്ഞോ, എന്റെ ജോലി ഞാൻ ചെയ്യും. അങ്ങനെ സമൂഹത്തിൽ നിങ്ങൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ തന്നെ ചെയ്ത് മുൻപോട്ട് പോവുക. അതേപോലെ എനിക്ക് അതിനെപ്പറ്റി പറയുവാനായിട്ട്. ഈ അവസാനം ഇന്നലെ കിച്ചു ഒരു വീഡിയോ ഇട്ടതിന്റെ പിറകെ രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ച പോലെ എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല, നോക്കാം. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കാം. എന്താണ്, ഞാൻ കണ്ടില്ല, സമയമില്ലായിരുന്നു. ഇതിപ്പോ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണല്ലോ നമ്മൾ കയറി നോക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്ര ഗൗരവമായിട്ടുള്ളത് വരുവാണെങ്കിൽ നമ്മൾ കാണേണ്ടത്. അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒന്നാമത് അവരുടെ മെഡിസിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താണ് പറയാ, അവർക്കൊരു സജഷന് അത് 34 കിലോ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ തുറന്നു പറയാം, അതിന് അധികാലം മരുന്നിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തി ഒരു ഡിപ്രഷൻ മോഡ് അതൊക്കെ വരുന്ന ഉടനെ അവരെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അവർ സർട്ടിഫിക്കറ്റ് ഒക്കെ വിളിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. അതുകൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിക്കും. എന്റെ ഒരു കാര്യം കൂടെ ഞാൻ തുറന്നു പറയാം. അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇത് പുള്ളിക്കാരന്റെ വസ്തുവാന്നുള്ള രീതിയില്ല. ഇതേ സെയിം സംസാരം തന്നെയാണ് രേണുവിന്റെ അടുത്തും അച്ഛൻ നേരത്തെ സംസാരിച്ചിട്ടുള്ളത്. അച്ഛൻ അത് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഓർമ്മയില്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അന്നും അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. കിച്ചു, ഈ പിള്ളേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീടും കാര്യങ്ങളും എഴുതി കൊടുത്തതെന്നുള്ള രീതിയിലാണ്. അത് ഈ പറയുന്ന രേണുസുതിയുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു.
കാരണം പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുക. മെയിനായിട്ട് അവർക്ക് അതായിരുന്നു ഉദ്ദേശം. ഒരു സ്വന്തമായിട്ട് ഇവിടുന്ന് മാറി ഇത് കിച്ചുവിൻ്റെയും മോൻ്റെയും പേരിലുള്ള വീടാണ്, അവർ നിന്നോട്ടെ, അവർക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും താമസിക്കാൻ വേണ്ടി ഒരു വീട് വെക്കണം എന്നുള്ള രീതിയിൽ അച്ഛൻ അന്ന് ഈ ഒരു ഡയലോഗ് അടിച്ചപ്പോഴാണ് അവർക്ക് ആ ഒരു ചിന്ത തന്നെ വന്നത്. കാരണം ഈ ദാനം കിട്ടിയ വീട് എന്നുള്ള രീതി പറഞ്ഞ് അവസാനം അവർക്കൊരു വാശിയായി. ഇത് സത്യമായിട്ടുള്ളൊരു കഥയാണ്. ഇപ്പോൾ വന്നിട്ട് അച്ഛൻ ഈ ഒരു കാര്യം പറയുമ്പോൾ കിച്ചുവിനെ എഗൻസ്റ്റായിട്ട് പറയുമ്പോഴും അച്ഛനൊന്ന് ആലോചിച്ച് നോക്കണം. അച്ഛൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പം അച്ഛനും പിടിക്കത്തില്ല. ഞാനുള്ള കാര്യം തുറന്നു പറയുന്നൊരു വ്യക്തിയാണ്. അതെൻ്റെ ഒരു ശീലമാണ്. അത് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ബിഫോറും ആഫ്റ്ററും ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം നിങ്ങൾ എന്താ പറയണ്ടേ, സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അവർക്കൊരു രോഗിയാണ്. അതിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അതിനുവേണ്ടി അവർക്ക് സംസാരിക്കുന്നുണ്ട്. കിച്ചുൻ എഗൻസ്റ്റായിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്കെന്നല്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജനങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. കാരണം അവൻ്റെയൊക്കെ വീട്ടിൽ അതുപോലൊരു സംഭവം ഉണ്ടായാലേ അവർക്കൊക്കെ അതിൻ്റെ ഇത് പൊരുൾ മനസ്സിലാവത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? അതും നമ്മൾ ഈ എന്താ പറയണ്ടേ, വ്യാജ വാർത്തകളൊക്കെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം റിയൽ ആയിട്ട് നടന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഇന്ന് കേരളത്തിലല്ല ലോകത്ത് തന്നെ അതുപോലത്തെ നെഗറ്റീവും കാര്യങ്ങളൊക്കെയാണ് പബ്ലിസിറ്റി. അതുപോലാണ് നെഗറ്റീവാണ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പുല്ല് വില മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ നാട്ടുകാരുടെ രീതി അങ്ങനെയാണ്. അപ്പം നെഗറ്റീവിനെ എന്താ പറയണ്ടേ, അതിനെക്കുറിച്ച് 4, 3, 5, 6 വർത്താനമൊക്കെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വ്ളോഗർമാർക്കൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവന്മാർ ഈ രേണുവിനെ തന്നെ അങ്ങ് നെഗറ്റീവ് അങ്ങ് അടിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുകയാണ്. കാരണം കിച്ചുവിനെ നല്ലത് പറഞ്ഞാൽ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും, വ്യൂവർഷിപ്പ് കിട്ടും, നല്ല പൈസയും കിട്ടും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ് എങ്ങോട്ടോ കാര്യത്തിലോട്ട് അങ്ങ് പോകുന്നുണ്ട്. എന്തായാലും അച്ഛനും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളാണ്. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാൻ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛന് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു. ബ്ലോഗർ യൂട്യൂബേഴ്സിനും കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അച്ഛൻ അറിഞ്ഞ കാണത്തില്ല. അച്ഛൻ ആ ഒരു മൂലയ്ക്ക് ഒരു വീട്ടിലെങ്ങനെ ഇരിക്കുന്നുണ്ട് അച്ഛനൊന്നും അറിയത്തില്ല. പോലീസുകാരാണെങ്കിലും അവനെ ഏത് രീതിയിലാണ് കാണുന്നതെന്നും എങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ ഉണ്ടാക്കി കൂട്ടിയെന്നും ഏതൊക്കെ കേസുകളുണ്ട്, ആരൊക്കെയാണ് പോയി എടുത്തതെന്നും ഏറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അത് മാത്രമല്ല അവൻ്റെ വോയിസുകൾ അടപ്പമുണ്ട്. അവൻ നല്ല രീതിയിൽ ചില ആൾക്കാരെ പെരുമാറിയതിൻ്റെയും എല്ലാ കാര്യങ്ങളും കിടപ്പമുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ സത്യം പറയാലോ, എൻ്റെ നെഗറ്റീവ് എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ അത് വേണ്ട, അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പോട്ടെ, ഇത് കഴിഞ്ഞ വിഷയങ്ങളാണ്. പക്ഷേ ഞാൻ പറയത്തില്ലേ, ഈ ചെക്കൻ്റെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഉള്ള കാര്യം പറയാലോ. അത് ചില ആൾക്കാർ യൂട്യൂബേഴ്സ് തന്നെ ഉള്ള കാര്യം പറയാലോ. അവരാണ് ഇതിൻ്റെ ഇടയിൽ ഇവനെ നല്ല രീതിയിൽ ഓതി കൊടുക്കുന്നത്. അവനെ ഈ കുഴിയിലോട്ട് തന്നെ അവനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചതും പല വീഡിയോസിലും ഇട്ടതെല്ലാം അവർ തന്നെയാണ്. ഈ വിഷയം നേരത്തെ അറിയാമായിരുന്നു, ചർച്ചയിലും കൊണ്ടുവന്നത് ആ ആൾക്കാരൊക്കെ തന്നെയാണ്. പറഞ്ഞ് മനസ്സിലായോ? കണ്ടന്റ്. ഇനി ഈ കണ്ടന്റ് അവസാനിക്കുന്നെങ്കിൽ ഉള്ള കാര്യം തുറന്ന് പറയാൻ രേണു ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും. ഈ കണ്ടന്റ് സ്റ്റോപ്പ് ആവണമെങ്കിൽ ഇതിനെ വീണ്ടും പൊക്കോണ്ടേയിരിക്കും. അവർക്ക് ക്യാൻസറാണ്, അവർക്ക് വയ്യ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇപ്പോൾ ഒരു മനുഷ്യർക്കും ഇല്ല. എനിക്ക് ആ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്കത് നല്ല രീതിയുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാക്കാൻ ശ്രമിക്കണ്ട. നമുക്കറിയാൻ കാര്യം, ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവർ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ എന്ന കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കല്ലോ. ഈ ഒരു പോഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പൊട്ടിച്ചിരിച്ചു കേട്ടോ. നല്ല രീതിയിൽ ഞാൻ ചിരിച്ചു, നല്ല രീതിയിൽ അങ്ങ് ചിരിച്ചു. ഞാൻ രേണുസുതിയുടെ കുടുംബത്തിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിലാണ്. അച്ചായം പോട്ടെ, അതിനൊരു ക്യാൻസർ വരേണ്ടി വന്നു അല്ലേ? അതിനൊരു ക്യാൻസർ വരേണ്ടി വന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പം എൻ്റെ കാര്യം എടുത്ത് നോക്ക്. ഞാൻ തന്നെ ആണെങ്കിൽ ആ 2-3 വിഷയം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നിയിട്ട് തന്നെയാണ്. പിന്നെ അവൻ ചെയ്തത് അത്രയും വലിയ ദ്രോഹം കൂടെ ആകുമ്പം പറ്റൂല. ചിലപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ഇനി അച്ഛനും അതുപോലെ മനസ്സാന്തരം വന്നതായിരിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് കൊട്ടുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഉള്ളിലൊന്നും ഇരിക്കത്തില്ല. ഉള്ളതങ്ങ് തുറന്നു പറയാച്ചാ.
പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, അച്ഛനെ ധൈര്യമായിട്ട് വിശ്വസിക്കാം, എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. അല്ലെങ്കിൽ ഡാനിയുടെ ഈ കാര്യം പറയണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെ കീടി കൂടെ നിന്നിട്ടെല്ലാം മനസ്സിലാക്കിയിട്ടിട്ട് പണിയുന്നവരെന്ന് അച്ഛൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മളൊക്കെ നേരെ പോ. അങ്ങനെയാണ് അത് ആ കർത്താവിനും അറിയാം. വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. അച്ഛാ ശപിച്ചൊന്നും കളയല്ലേ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം, ശപിച്ചൊന്നും കളയരുത്. ഉള്ള കാര്യം ഉള്ളവരെ തുറന്നു പറയുന്നത് അത് മൂത്ത് നോക്കി പറയുന്നത് എൻ്റെ ഒരു ശീലമാണ്. എപ്പോഴും പറയാം, പുറകെ നിന്ന് കുത്തുന്നവരെ ശ്രദ്ധിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. നമ്മളൊക്കെ നേരെ പോ. പറയാം. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ടിറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അതെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇനി നമ്മളും ആ ഒരു കോണ്ടന്റ് എടുക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെയും കിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും എടുത്തിടും. ഇത് ഇവർ കാണും, ഇവരെ അടുത്ത് കൊള്ളും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് തർക്കങ്ങളായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന അച്ഛൻ പറഞ്ഞ ഒരു കാര്യം നടക്കും. വേണമെങ്കിൽ നിയമപരമായിട്ട് പോകാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞാൽ കൊച്ചന്റെ ജീവിതം അടപടലം 3 ആവും. എന്തിനാ വെറുതെ? അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായിട്ട് അയ്യ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാരും നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ. ഞാനിപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങൾ കേസിൽ പെട്ടെന്നൊക്കെയുള്ളവര് ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എന്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. അതിനവൻ കൊല്ലത്തല്ലേ, നമ്മൾ അതുകൂടെ പറയണമല്ലോ. അവനിപ്പോ എത്ര നാളായി ഇവിടെ നിന്ന് താമസം മാറിയിട്ട്. ഇനി ആ പുരയിടത്തിൽ എന്തോ നടക്കത്തില്ലെന്നാ. ഇത്രയും നാളും അവിടെയൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിന്ന് വല്ലതും അറിയാവോ? ഇല്ല. അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തിൽ അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. തെറ്റെന്നല്ല, നിങ്ങൾക്ക് എന്താ അറിയാനാ? നിങ്ങളൊന്നും അറിയത്തില്ലല്ലോ. എനിക്കിപ്പോ എന്താ വരിക, ചിരിയും വരുന്ന കരച്ചിലും വരുന്നുണ്ട് ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ. ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ ഏറെ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. കയറിക്കൊണ്ടേ ഇരിക്കുവോ നിങ്ങളിപ്പം? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇനി ഉടനെ ഇറങ്ങുമെന്ന് പറയുമ്പോ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിനും നീതിയാണ്? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, ആരും വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചെയ്യാനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറെ ഒരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എനിക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം അത്ര തന്നെ ഉള്ളൂ. ഇനിയെല്ലാം മനസ്സറിഞ്ഞ് കിച്ചു തിരിച്ചു വന്ന് അമ്മയുടെ അടുത്ത് വരികയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമോ? അവരൊരു അമ്മയും മകനും തമ്മിലുള്ള കാര്യം അവരുടെ വീട്ടിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് പബ്ലിക്കിൽ കൊണ്ടിട്ട് അലക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കരുത്. നാട്ടുകാർ അത് കയറി അലക്കി വെളുപ്പിക്കും. ശരിക്കും ബിഷപ്പ് ഇതിപ്പോ കിച്ചുവിനും റിതപ്പനും ബിഷപ്പാണ് ആ സ്ഥലം വീട് വെക്കാനായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണോ ഇത്രയും വിഷമത്തിലിങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാനിപ്പോ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇത്രയും രോഗാതുരയായിട്ട് ബെഡ്രിഡനായിട്ടുള്ള നമ്മുടെ ഒരു സിസ്റ്റർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്ബർ ആയിക്കൊള്ളട്ടെ, അവരിപ്പോ ആ ഒരു ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്താനാണ് നാം ഓരോരുത്തർ ശ്രമിക്കേണ്ടത്. അവരുമായിട്ട് ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിൽ കൂടെ അവർ ഭർത്താവ് അവർക്ക് വളർത്താനായിട്ട് കൊണ്ടുകൊടുത്ത ഒരു വളർത്തു അങ്ങനാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതും അവർ പറഞ്ഞുള്ള എഴുതി. അപ്പൊ ആ സന്ദർഭത്തില് ഒരു മകന്റെ സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഈ രേണുസുതിയെ ഒരിക്കലും ഇത്രയും മോശമായി സൈബർ ബുള്ളിങ്ങിന് വേണ്ടി എറിഞ്ഞു കൊടുത്തത് എനിക്ക് വളരെ സങ്കടം തോന്നി ഇത് കേട്ടപ്പോൾ. ഈ സന്ദർഭത്തിലല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഫോണിൽ വിളിച്ച് എന്ത് ചെയ്യണമായിരുന്നു? പരസ്പരം അവർക്ക് തമ്മിലുള്ളത് ഇതാക്കണം. അല്ലാതെ രാഹുൽ ദാസിനോ ഋതുൽ ദാസിനോ ജീവിക്കാനായിട്ട് ഒരു ചെറിയ പ്രോപ്പർട്ടി കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് അനവധി പേർക്ക് കഴിയുന്നത്ര കൈത്താങ്ങൽ കൊടുക്കാൻ ദൈവം എനിക്ക് കുറവ് ചെയ്തിട്ടുമുണ്ട്. അതൊരിക്കലും അല്ല. അങ്ങനെ ചിന്തിക്കുകയോ വേണ്ട. മറിച്ച് ഈ ചെയ്ത തെറ്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ഈ രാഹുൽ ദാസ് ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പൊ എല്ലാവരും അവരുമായിട്ട് ചേർന്ന് ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ അവരോടുകൂടെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് അവരെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ചെയ്തത്. പക്ഷെ നെഗറ്റീവ് ആയത് രാഹുൽ ദാസ് ആണ്. ഒരിക്കലും രേണുസുതിയോ അവരുടെ കുടുംബമോ നെഗറ്റീവിലേക്ക് പോകത്തില്ല. അത് തോന്നല അച്ഛാ. ഞാൻ ഒരു കാര്യം പറയാം. എന്നെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് അച്ഛൻ ഒന്ന് ഫേസ്ബുക്കിലൊന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കും. ചുമ്മാ ശ്രദ്ധയായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ തന്നെ വരും അതിന്റെ താഴത്തെ കമന്റ്സ് എന്താണ്. അച്ഛൻ ഞാനൊരു കാര്യം പറയാം. എന്താ പറയാ, ആൾക്കാരുടെ സ്വഭാവം പെട്ടെന്ന് മാറും.
ചില ഒരു വ്ളോഗർ വിചാരിച്ചാൽ മാത്രം മതി ഇതെല്ലാം അച്ഛൻ്റെ തലയായിരിക്കാൻ. ഉള്ള കാര്യം പറയാമല്ലോ, കാലം അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ പല ആൾക്കാർക്കും, എനിക്കും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വരെ വിഷമമാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ രീതി പറയുമ്പോൾ അവരുടെ തിരിച്ചുള്ള മറുപടിയൊക്കെ കേൾക്കുമ്പം വാവളച്ചിരിക്കുകയാണ്, എന്താ ഇങ്ങനെ, മനസ്സിലാകും. ഈ ലോകത്ത് ഈ സോഷ്യൽ മീഡിയ നിൽക്കുവാണെങ്കിൽ ഓഡിയൻസ് എവിടെയാണോ അവിടെ ആൾക്കാർ പോകത്തുള്ളൂ. ഈ എന്താ പറയണ്ടേ, ഈ SFI പാർട്ടി ഉണ്ടല്ലോ, പാർട്ടി പറയാമെന്ന് കരുതണ്ട, കൂടുതലും നമ്മൾ പടത്തിലൊക്കെ കാണുമ്പോൾ രോമാഞ്ചം വരും. അത് കണ്ടിട്ടാണ് ഈ പാർട്ടിയിലോട്ട് വരുന്നത് ചില പിള്ളേർ എന്ന് പറയുന്ന പോലെ. അതിപ്പം ഈ എന്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അതിനോടായിരിക്കും ആൾക്കാർക്ക് ഇപ്പോൾ കൂടുതൽ ആകർഷണം. എന്ന് പറയുന്ന പോലെ ഈ ഒരു കോണ്ടന്റ് കിച്ചുനാണ് സപ്പോർട്ട്. കിച്ചുനെ 4 പറഞ്ഞാൽ നല്ല കമൻസും കിട്ടും, നല്ല 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 പോസിറ്റീവ് റിവ്യൂവും നല്ല കിട്ടും. എന്താ പറയണ്ടേ, നമുക്ക് നമ്മുടെ ചാനലിൽ നല്ല റീച്ച് ആയിരിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയാം, അച്ഛൻ ആ ഒരു ഇത് വിചാരിക്കുകയോ വേണ്ട, ഫുൾ നെഗറ്റീവാണ്. എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്ക്. രേണുവിനെ കുറ്റം പറഞ്ഞിട്ട് രേണുവിൻ്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് തന്തൊക്കെ വിളിക്കും. അന്താസ്. കാരണം സത്യത്തിനൊന്നും ഒരു കാലത്ത് ഒരു വിലയില്ല. പറയുന്നവൻ ഇങ്ങനെ പറയും, ജനങ്ങൾക്ക് എന്താ ഇതൊന്നും കേൾക്കണ്ട, അവനെ ഒളിപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിൽ മണ്ട ഞാനും അച്ഛനുമാ. സത്യമുള്ള കാര്യം പറയാലോ. കാരണം അവരെ സ്നേഹിക്കുന്നവർ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. കാരണം അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ കൊച്ചുമകന്റെ, ഈ പറഞ്ഞ രാഹുൽ ദാസിന്റെ അനുജനായിട്ടുള്ള ഋതുൽ ദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിന് 6 വയസ്സ് പ്രായമുള്ളൂ. ആ കുഞ്ഞിന്റെ പിതാവ് മരിച്ചുപോയി. മാതാവ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയും വേഗം സ്വയം പ്രാപിച്ച് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രാഹുൽ ദാസോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യേണ്ടത്, മറിച്ച് അവരെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയല്ല. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ രേണുസുതി ഇങ്ങനെ പ്രമോഷൻ ചെയ്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ കുട്ടിയെ സഹായിച്ചിട്ടുള്ളതാണ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഈ രേണുസുതിക്ക് അവരുടെ മാതാവിനെ പിതാവിനെ നോക്കണം, പുള്ളിക്കാറ്റിലെ ഈ കുഞ്ഞു മോനെ നോക്കണം, രേണുസുതിയുടെ ജീവിതം കൊണ്ടാണ്. ഈ 4 പേരുടെ കാര്യങ്ങൾ രേണുസുതി തന്നെയാണ് ചുമതല വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അവര് ജോലി ചെയ്യണം. അവര് എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിന്റെ ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. എന്റെ ഭാഷയിൽ പറയാൻ, നമുക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നാലും ഒരു നേരത്തെ ആഹാരം ഭക്ഷിക്കാൻ തന്നാലും നമ്മൾ അവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ ആ കൊച്ചു പയ്യൻ ഈ രാഹുൽ ദാസ് ഒരു നന്ദിയുള്ള ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു. ഞാനത് പറഞ്ഞു പോയത്. അല്ലാതെ ഇപ്പോൾ മോള് ചോദിച്ചതുപോലെ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ള ഒരിതിലേ അല്ല. അത് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. മോൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്റെ വിഷമം ഞാൻ തുറന്ന് സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഇത്തരത്തിൽ രേണുസുതിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് കുറെ നാൾ മുമ്പേ ഒരു ഇൻഡ്യൂഷൻ കിട്ടിയതാണ്, അല്ലെങ്കിൽ അറിയാമായിരുന്നു എന്ന് രേണുസുതി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്, പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് കൺഫേം ആക്കിയത് എന്ന്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാമായിരുന്നില്ലേ? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചില്ല. പുള്ളിക്കാറ്റിക്ക് സുഖമില്ലെന്നുള്ള അടുത്ത സമയത്താണല്ലോ അവരുടെ മാതാപിതാക്കൾ എന്നോട്. ഞാൻ ചെറുപ്പത്തിൽ വന്നതിനെ പറ്റി എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ ശ്രദ്ധയിൽ ഇതുവരെ അത് വന്നിട്ടില്ല. ഇപ്പോ ഫാദറിന്റെ പ്രാർത്ഥനകൾ, ഇന്റർവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനകൾ അതുപോലെ അതിനൊക്കെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുപോലെ പല ആൾക്കാരും പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് പറയാമോ? ഇതൊക്കെ കണ്ടിട്ട് കിച്ചനോടൊപ്പം തന്നെയാണോ നിങ്ങൾ? ഇപ്പം ഏകദേശമൊക്കെ ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കാനുമായിരിക്കും. എന്നാലും എനിക്ക് ഉറപ്പാണ് അവൻ്റെ കൂടെ ആൾക്കാർ നിൽക്കത്തുള്ളൂ. അതാണ് ഇവിടുത്തെ കാലം. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. Bye, love you all guys.